ഹലോ ഗൈസ്, ഇപ്പം ഇന്ന് നമ്മൾ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. കുറേ ദിവസമായി അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് അപ്പോൾ ഒന്ന് പോകാൻ വെച്ചിട്ടാണ്. പിന്നെ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി കൂടിയിട്ടാണ്. അതുകൊണ്ടൊന്നല്ല കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്, അമ്പലത്തിലൊന്ന് പോയിട്ട് വരാൻ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് തന്നെ കേട്ടോ വന്നേക്കണം, ആര്യങ്കാവ് അമ്പലത്തിലേക്ക്. ഇതിന് മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. അമ്പലത്തിൽ പണി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ പായസം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പൂജ ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനും പിന്നെ അതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അങ്ങനെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അച്ഛന് ഓർമ്മ പോലും ഇല്ല, അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു, ഓർമ്മയില്ലാത്ത പോലെ നടിക്കുകയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞാനിതാ വേഗം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ വാതിലൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. വാതിൽ തുറന്ന് നോക്കുമ്പോൾ അത് ഗ്രീഷ്മ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ചീരപ്പേരി അവിടെ ആവുന്നുണ്ട്. കറി നമ്മുടെ പട്ടാണിക്കടലയുടെ കറിയില്ലേ, ആ കറിയായിരുന്നു കേട്ടോ, ഗ്രീൻ പീസ് കറി. പിന്നെ ഞാൻ അച്ഛന് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അച്ഛന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മേനെ വിളിച്ചിട്ട് അമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ അമ്മ ചോദിക്കേണ്ടി എന്തിനാ അതൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ അമ്മയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഒരു ചുരിദാർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗ്രീഷ്മയുടെ ടേൺ കേട്ടോ. അവൾ ചെരുപ്പാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളും അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ അവരും നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു സന്തോഷമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അവനിതാ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒട്ട് ലേറ്റ് ആക്കാണ്ട് തന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.